ഒരു ദിവസം ഭാഗ്യം നിങ്ങളുടെ പടിവാതിക്കൽ വന്ന് നിൽക്കും. എന്തായാലും നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താന്നുള്ളത് ഓഡിയൻസിന് അറിയണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇവൻ ഏറ്റവും ഗംഭീരമായിട്ട് ചെയ്യുന്നത് ലിസ്റ്റിൽ തന്നിട്ടുള്ള ഫസ്റ്റ് നെയിം വിജയ്. கேளுடுங்களா ஷோர் கேளுடுங்க. வாங்க சார், வாங்க வாங்கங்களா வாங்க. 5000 கோடி எப்படி 5000 கோடி ரூபா கடன் வாங்குற ஒரு பிஎஃப் ஃபேக்டரி ஓனர் என்னால அந்த கடனை கட்ட முடியலன்னு கை தூக்குறாங்க. ஆனா தற்கொலை பண்ணிக்கல. அவருக்கு லோன் கொடுத்த அதிகாரிகளும் தற்கொலை பண்ணிக்கல. ஆனா 5000 ரூபா கடன் வாங்குற ஒரு விவசாயி அது கட்ட முடியாம வட்டி மேல வட்டி ஏறி பூச்சி மருந்து குடிச்சு தற்கொலை பண்ணிக்கலாம். இதானே கவனிக்கா சிட்டில இருக்கணும் நேரம் இல்ல. मीडिया से गिटा कैटो सुनो, तुम्हारा मालिक ने मुझे हाथ बांध के मारा. कौन ऐसा बोले तो सोच रहे हैं तूने मेरा अतरा उतरे साथ इधर लगा फिर बे तो डर அந்த பயம் இருக்குன்டா. അയ്യോ സാറേ, ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല. എന്റെ പേര് ജോസഫ് കുരുവിള. ഇതാണ് എന്റെ നാട്. ഞാൻ ഇവിടെ ഒരു ബേക്കറി നടത്തുന്നു. ഫാമിലി ബിസിനസ് ബ്രിട്ടീഷുകാരുടെ കാലത്തിലെ എന്റെ വല്യപ്പച്ചൻ നിക്കോളാസ്, അത് കഴിഞ്ഞ അപ്പച്ചൻ കുരുവിള, ഇപ്പോൾ ഞാനും. ഇപ്പൊ ഒരു ശരിയ ആക്സിഡന്റ്. അയാൾ ഈ ചേട്ടന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു. പിന്നെ അതിന്റെ മേളിൽ ഒരു പ്രശ്നം വേണ്ട. അതാ പരാതി തിരിച്ച് ഒപ്പിട്ട് മേടിക്കാൻ വന്നത്. ഞാൻ ഒപ്പിട്ടിട്ട് പോകാമോ അതോ നിൽക്കണം? 3 ഭാഷയിൽ വിജയ്. അല്ല 3 ഭാഷയിൽ. പിന്നെ ഈ ഇപ്പൊ സ്റ്റാർ നൈറ്റിനൊക്കെ ഇവിടെ വരാറുണ്ടല്ലോ വിജയ്. അതെ. അപ്പൊ ഇവരൊക്കെ ഇരിപ്പുണ്ട്, ഉർവശി ചേച്ചി ഇവരൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും സംസാരിക്കും? ഇപ്പൊ ഈ കോമഡി ഉത്സവത്തിലാണ് വന്നിരിക്കുന്നത് വിജയ്. நெஞ்சில் கூட இருக்கும் அன்பார்க்க ரசிகர்களே, இந்த கோமடி உற்சவத்துல என்னோட எல்லா நண்பர்களுக்கும் வணக்கங்க. எல்லாரும் எப்படி இருக்கீங்க? நல்லா இருக்கா? ஹாய் சேச்சி, சௌகியமா? ஹாய் சேட்டா, உங்களுக்காக நான் ஒரு பாட்டு பாடுறேன். கண்டாங்கி கண்டாங்கி கட்டி வந்த பொண்ணு, கண்டாலே கிறுக்கே தூம் கஞ்சா வச்ச கண்ணு. ஏ கண்டாங்கி கண்டாங்கி கட்டி வந்த பொண்ணு, கண்டாலே கிறுக்கே தூம் கஞ்சா வச்ச கண்ணு. സൂപ്പർ. താങ്ക് യു. അടുത്തെന്താണ് നിനക്ക് സെലക്ഷൻ കിട്ടാതെ പോയ സ്റ്റാർ? വിനായകൻ. വിനായകൻ. ഈ വിനായകൻ കമ്മട്ടിപ്പാടോ അല്ലട്ടോ, ഒരുപാട് എത്ര നാളായിട്ടല്ലേ സിനിമയില്. ഞാൻ കോളേജ് പഠിക്കുമ്പോ അവൻ വരുന്നു. ഞാൻ വിചാരിച്ചത് അവിടെ പഠിക്കുന്നതാണ്, മഹാരാഷ്ട്ര പഠിക്കുമ്പോ. ഇവൻ പുറത്തുനിന്ന് വന്നത്. പുറത്തുനിന്ന് വന്ന് അവിടെ ഇരുന്ന് പഠിച്ച് എല്ലാരും പോയപ്പോഴും അവൻ അവരോടൊപ്പം പോയി. അത് അമൽ നീരത് രാജീവ്രൊക്കെ അവരോടൊപ്പം കൂടെ സിനിമയിൽ പോയി. അങ്ങനെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക. സത്യമാണ്. ഓക്കെ കമ്മട്ടിപ്പാടത്തിലെ വിനായകൻ. ആശാനെ അപ്പന്നില്ലേ ആ കള്ളപ്പന്നി, അവനെ നോക്കിയതാണ് ആശാനെ. കൃഷ്ണ മക്കി പന്നിയൊക്കെ നിർത്തടാ, മക്കി പന്നിയൊക്കെ നിർത്തി ഒരു പെണ്ണൊക്കെ കെട്ടി റേഷൻ കടയിലൊക്കെ പോയി മണ്ണെണ്ണയൊക്കെ വാങ്ങി. അമരനോർക്കൂടാ, അമരന്റെ പിന്നാലെണ്ടാ. അമര് ചെറിയ ടീമൊന്നുമല്ല, വലിയ ടീമാടാ. നീ ഫോൺ വെച്ചോടാ. നമുക്ക് ഒരു സെക്കൻഡ് പോസ് കേട്ടോ. നമ്മളിതാ ഇവിടെ ഒന്ന് നമ്മുടെ അരുൺ സാമിന്റെ അടുത്ത് ചോദിക്കട്ടെ. അരുണെ പറഞ്ഞോ. വിനയ് ഫോർട്ട്. വിനയ് ഫോർട്ട്. ചേച്ചിക്ക് ഓടാൻ പറ്റോ? വെളുപ്പിന് എഴുന്നിട്ട് ഒരു 4 കിലോമീറ്റർ ഓടാമോ? ഇന്നേക്ക് 14-ാം ദിവസം ചേച്ചിക്ക് ഇൻഷുറൻസ് കിട്ടും വിത്ത് ആൻ എക്സലന്റ് മെഡിക്കൽ റിപ്പോർട്ട്. ഞാൻ ഗ്യാരണ്ടി. ജീവിതത്തില് തോൽക്കാൻ ധൈര്യമുള്ളവനെ ജയിച്ചിട്ടുള്ളൂ ചേച്ചി ഇന്നേ വരെ. അടിപൊളിയല്ലേ? അഞ്ജലിക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയണം. ശാവ വളരെ സിമ്പിൾ ആണ് അല്ലേ? പവർഫുൾ, ഭയങ്കര പവർഫുള്ളാ. തിരിച്ചേട്ടാ വിനയ് ഫോർട്ട് തിരിച്ചേട്ടാ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വിനയ് ഈ പ്രേമത്തിന് ശേഷമാണ് എല്ലാവരും അനുകരിക്കാൻ തുടങ്ങി. പക്ഷെ അതിനു മുൻപ് ഞാൻ ചെയ്യുമായിരുന്നു, കാരണം എനിക്ക് വിനയനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. വിനയ് ഞാൻ എപ്പോഴും, അവൻ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതുകൊണ്ട് ഞാൻ എപ്പോഴും ചോദിക്കും, എന്താണ് വിനയ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയതുകൊണ്ട് നമുക്ക് എന്താ ഗുണം കിട്ടുന്നത്? ചേട്ടാ നമ്മൾ സബ്ജക്റ്റീവായിട്ടാണല്ലോ നമ്മൾ ആക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളത് പറയാണ്, ഒരു ഒരു സബ്ജക്ട് തന്നിട്ട് അത് ചെയ്യുന്നത് പോലെയല്ല, നമ്മളെ മനസ്സിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അതിന്റെ ട്രെയിനിങ് ആണ് സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തരുന്നത് കേട്ടാ. ഇപ്പൊ അമ്മ എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ പറഞ്ഞിട്ട് നമ്മൾ അഭിനയിക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിൽ വരുന്നത് നോക്കിക്കോ, കണ്ടോ? ആ ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യണം. അപ്പൊ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല സത്യം. ആ ചേഞ്ച് കിട്ടിയില്ല. അപ്പൊ അച്ഛൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, കണ്ടോ? ആ ചേഞ്ച്
അല്ലെങ്കിൽ നമ്മൾ വാക്വമായി പോകുന്നതിന് അതാണ് നമുക്ക് സംഭവിക്കണത്. അപ്പൊ അത് ഞാൻ എപ്പോഴും അഭിനയത്തിൽ സംശയം ഉണ്ടെങ്കിൽ അപ്പൊ വിനയനെ വിളിച്ച് ചോദിക്കാറുണ്ട്. ഈ അച്ഛനും അമ്മയ്ക്കാണോ? അല്ലല്ല, ഏത് സബ്ജക്ട് കിട്ടിയാലും അതെങ്ങനെയാണ് മുഖത്ത് വരുത്തതെന്ന് അറിയാൻ പറ്റും. എന്തായാലും താങ്കൾ ശ്രമിച്ചതും മിസ്റ്റർ അരുൺ സാം വളരെ മനോഹരമായിട്ട് അനുകരിച്ചു. ഗംഭീര. അരുൺ ഒരെണ്ണം കൂടി. അടുത്ത ആരാ? സണ്ണി വെയിൻ. ആ, അധികം ആരും ചെയ്ത് കണ്ടിട്ടില്ലാത്ത സംഭവം. അധികം ആരും ചെയ്തിട്ടില്ല. ഇല്ലല്ലേ, ആരും ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കും ആരെയാണ് അനുകരിക്കുന്നത്, അത് കണ്ടിട്ട് പഠിക്കാൻ നിൽക്കുകയാണ്. അതെ, പുള്ളിയെ മാറ്റിയാലോ? നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പേ പുള്ളി ലൈറ്റ് ആക്കി. ഓക്കെ, ഇതാണോടാ പന്നി നിന്റെ ഗജരാജമുത്ത്? ഈ ഹൈ റേഞ്ച് മുതൽ അങ്ങ് ഉഗാണ്ടോറുള്ള സകലതും ഈ സേവിയർ സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാക്കിയത്, അല്ലാതെ വല്യപ്പം പണ്ട് പെട്ടയിലിട്ട് വെച്ചിരുന്നൊരു നീലക്കുടുമലയും സഹായിച്ചിട്ടല്ല. അവന്റെ അമ്മൂമ്മയുടെ ഒരു ഗജരാജമുത്ത് ഇറങ്ങിപ്പൊക്കോണം ഈ സാധാരണ ഹൈ റേഞ്ച് എന്ന്, ഇല്ലെങ്കിൽ വണ്ടി അടക്കം കത്തിക്കും. കറക്റ്റ് അല്ലേ ചേച്ചി? ഗംഭീരായി. അരുൺ, നെക്സ്റ്റ് വൺ. സേതുലക്ഷ്മി സേതുലക്ഷ്മി അമ്മ. അത് ആദ്യം നമുക്ക് സീരിയലിലാണോ കാണിക്കണേ അതോ സീരിയൽ സീരിയൽ ആദ്യം കാണിക്കും? എല്ലായിടത്തും കൈ തന്നൊന്ന് കവടിയാർ കൊട്ടാരോ അല്ലേ?